ഈവനിങ്ങൊക്കെ ചായക്ക് കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയുടെ റെസിപ്പി ഉണ്ടല്ലോ. ഒരു കപ്പ് വടപ്പരിപ്പ് ഞാൻ ഒരു 2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മറക്കണ്ട, നമ്മൾ കുതിർത്തിയിട്ട മുഴുവൻ പരിപ്പ് അടിച്ചെടുക്കുന്നില്ല കേട്ടോ. കുറച്ച് ഏകദേശം ഒരു പിടി പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള പരിപ്പിലേക്ക് ഞാൻ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാഫ് ഉള്ളി ചോപ്പ് ചെയ്തതും, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും, ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും, കുറച്ച് ഇഞ്ചി കൊത്തി എറിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ബോളാക്കി ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പരന്ന രീതിയിലാണെങ്കിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ സോഫ്റ്റ്നെസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കട്ടിയിൽ ഇതാക്കുക. പക്ഷേ ഉള്ളി വേവാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് പരത്തി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാണ്ടിരിക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ലോ ഫ്ലെയിമിൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും കേട്ടോ. വടപ്പരിപ്പ് തന്നെ വേണമെന്നില്ല, ഞാൻ പല പരിപ്പ് കൊണ്ടൊന്ന് പരീക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. സാമ്പാർ പരിപ്പ് കൊണ്ടും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, കടലപ്പരിപ്പ് കൊണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ചെയ്തിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പോലെയുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള റെസിപ്പി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ മുന്നോട്ട് ചെയ്യാനുള്ള എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് വാല്യുബിൾ ആണ്.